+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസ് പാർട്ട് 8. ഇതുവരെ നാം പഠിച്ച കോണിക് 1 സർക്കിൾ, 2 പരാബോള, 3 എലിപ്സ്. തുടർന്ന് നാം ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് മറ്റൊരു കോണിക്, അതായത് ഫോർ ദിസ് കൺസിഡർ two fixed points f1 and f2. Another point p. ഇവിടെ f1p f2p ആ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. f1p 12.33, f2p 4.33. ഈ രണ്ട് ലെങ്ത്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏത് സമയത്തും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കാണാം. 9.24, 1.24. ദെൻ കുറച്ചും കൂടി മാറ്റം വന്നാൽ f1p 12.23, f2p 4.23. അതായത് ഡിഫറൻസ് 8 ആണ് എന്നർത്ഥം. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. 13.68, 5.68. ഇതേ രീതിയിലാണ് p എന്ന പോയിൻ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. f1p ആൻഡ് f2p. ഹിയർ f1p ഈസ് ഗ്രേറ്റർ വാല്യൂ. ദെൻ നമുക്ക് ഇതേ p തന്നെ മറ്റൊരു രീതിയിൽ നോക്കാം. അതായത് നേരത്തെ അതേ രീതിയിലുള്ള p ആണ് ഇവിടെ f1p f2p. ഹിയർ f2p ഈസ് ഗ്രേറ്റർ. f1p 5.72, f2p 13.72. ഇവിടെയും വ്യത്യാസം 8 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ വീണ്ടും f1p 1.09, f2p 9.09. ഇനി കുറച്ചും കൂടി മാറ്റം വരുത്തുമ്പോൾ ഇതാ f1p 5.72, f2p 13.72. ഇവിടെ p എന്ന പോയിൻ്റ് അതിൻ്റെ കലക്ഷൻ നമുക്കറിയാം. ഒരു കർവാണ് ഇവിടെ ഫിഗറിൽ കാണുന്നത്. f1p f2p. ആദ്യം പറഞ്ഞ ഭാഗത്ത് f1p വലിയ വാല്യൂ, f2p ചെറിയ വാല്യൂ. ഇപ്പോൾ കാണിക്കുന്നത് f2p വലിയ വാല്യൂ, f1p ചെറിയ വാല്യൂ. അതായത് ഇതിൻ്റെ മോഡുലസ് രണ്ട് സമയത്തും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മോഡുലസ് ഓഫ് f1p മൈനസ് f2p ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് അങ്ങനെയുള്ള ഒരു പ്ലെയിനാണ്. പ്ലെയിനിലെ ഒരു കൂട്ടം കലക്ഷൻ, ഒരു കൂട്ടം പോയിൻ്റുകളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, the difference of whose distances from two fixed point is a constant. ആ സമയത്ത് അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർബോള. അതായത് നമുക്ക് ഹൈപ്പർബോള എന്നുള്ളതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. The set of all points in a plane, the difference of whose distances from two fixed points is a constant. ഇനി ഈ ഫിക്സഡ് പോയിന്റ് നാം പറഞ്ഞു f1 ആൻഡ് f2. ആ ഫിക്സഡ് പോയിന്റ് അതിനെയാണ് നാം പറയുന്നത് ഫോക്കായി, FOCI. f1 എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് -c0, f2 എന്നതിൻ്റെ കോർഡിനേറ്റ്സ് c0. നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം f1 f2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന്. അതായത് 2c ആയിരിക്കും ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരമുള്ള f1 f2ൻ്റെ ഡിസ്റ്റൻസ്. f1 എന്നുള്ളത് ഫോക്കായി, ഒരു ഫോക്കസാണ്. f2 എന്നുള്ളതും ഇതേ രീതിയിലുള്ള ഹൈപ്പർബോളയുടെ മറ്റൊരു ഫോക്കസാണെന്ന് ചുരുക്കം. ഇനി ഇതുപോലെ തന്നെ സെൻറ്റർ ഒറിജിനാണ്. അതായത് f1 f2 എന്ന രണ്ട് പോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് സെൻറ്റർ. അതായത് മിഡ് പോയിൻ്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ഫോക്കായി ഈസ് കോൾഡ് സെൻറ്റർ. കൂടാതെ f1 f2 എന്ന രണ്ട് ഫിക്സഡ് പോയിൻ്റുകൾ യോജിപ്പിക്കുന്ന ലൈൻ, അതാണ് നാം പറയുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് സെൻറ്റർ അതുപോലെ തന്നെ രണ്ട് ഫോക്കസും ഉള്ളത്. അതായത് ദ ലൈൻ ത്രൂ ഫോക്കസ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതുപോലെ തന്നെ നേരത്തെ നാം പറഞ്ഞു ട്രാൻസ്വേഴ്സ് ആക്സിസ്. ആ ട്രാൻസ്വേഴ്സ് ആക്സിസും ഹൈപ്പർബോളയും മീറ്റ് ചെയ്യുന്ന പോയിൻ്റുകളാണ് വെർട്ടിസസ് v1 ആൻഡ് v2. അതായത് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ the point of intersection of the hyperbola and transverse axis. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫോക്കസിലൂടെ പോകുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ആ ട്രാൻസ്വേഴ്സ് ആക്സിസും
ഹൈപ്പർബോളയും മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് വെർട്ടിസസ് V1 ആൻഡ് V2. V1ൻ്റെ കോർഡിനേറ്റ്സ് -a0, V2 എന്ന് പറഞ്ഞാൽ a0. അതുകൊണ്ട് തന്നെ V1 V2 എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്ത് 2a ആയിരിക്കും. -a മുതൽ +a വരെ, അതായത് 2a. രണ്ട് വെർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് 2a. അതിനെയാണ് നാം പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a ആണെന്ന് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോക്കൈ അതാണ് 2c ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ദെൻ മറ്റൊന്ന് കോൺജുഗേറ്റ് ആക്സിസ്. ഫിഗറിൽ പറയുന്ന കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ സെൻറ്റർ ഒറിജിൻ. ഒറിജിനിലൂടെ പോകുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായ ലൈനാണ് കോൺജുഗേറ്റ് ആക്സിസ്. ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസ്, കോൺജുഗേറ്റ് ആക്സിസ് എന്നിവ എലിപ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് യഥാക്രമം മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ദെൻ മറ്റൊന്ന് ഫോക്കസിലൂടെ പോകുന്ന എന്നാൽ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായി വരുന്ന ഹൈപ്പർബോളയിൽ എൻ പോയിൻറ്റ്സ് വരുന്ന ലൈനിനെയാണ് നാം പറയുന്നത് ലാറ്റസ് റെക്റ്റം. ഫോക്കസിലൂടെ പോകുന്ന എന്നാൽ എന്നാൽ ഹൈപ്പർബോളയിലാണ് അതിൻ്റെ എൻ പോയിൻറ്റ്സ് വരുന്നത്. കൂടാതെ അത് ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈനിനെയാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. നേരത്തെ നാം സൂചിപ്പിച്ചു O മുതൽ F2 വരെ വരുന്ന വാല്യൂൻ്റെ ലെങ്ത്താണ് C എന്നും O മുതൽ V2 വരെ വരുന്ന വാല്യൂ ആണ് A. അതായത് ഇവിടെ C ഗ്രേറ്റർ ദാൻ A ആണ്. അതായത് C/A എന്നുള്ളതിനാണ് നാം പറയുന്നത് എക്സെൻട്രിസിറ്റി. ദെർഫോർ ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി E ഗ്രേറ്റർ ദാൻ 1. അതായത് എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1 വരുന്ന കോണിക്കാണ് പരാബോള. എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 വരുന്ന കോണിക്കാണ് എലിപ്സ്. ഹിയർ ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കാം. ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, ദ ഡിഫറൻസ് ഓഫ് ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിൻറ്റ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദ ഫിക്സഡ് പോയിൻറ്റ്സ് ആർ കോൾഡ് ഫോക്കൈ. Midpoint of the line segment joining foci is called center. The line through focus is called transverse axis. The line through center and perpendicular to transverse axis is called conjugate axis. The point of intersection of transverse axis and hyperbola is called vertices of the hyperbola. And the distance between two foci is defined to be 2c. The distance between two vertices is defined to be 2a. It is also called length of transverse axis. Therefore, we can say that length of transverse axis equal to 2a. Also, 2b is called the length of conjugate axis. And we define b equal to root of c square minus a square, or b square equal to c square minus a square. In the case of ellipse, c square equal to a square minus b square, and in the case of hyperbola, c square equal to a square plus b square. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നോട്ടിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാം. ഹൈപ്പർബോള. ഇവിടെ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ, the difference of whose distances from two fixed points is a constant. The fixed points are called foci of the hyperbola. Midpoint of the line segment joining the foci is called center of the hyperbola. The line through focus is called transverse axis, and the line through center and perpendicular to transverse axis is called conjugate axis. എല്ലാം നാം നേരത്തെ പറഞ്ഞതാണ്. The points of intersection of transverse axis and the hyperbola is called vertices. We denote the distance between two foci is 2c. The distance between two vertices by 2a. It is also called the length of transverse axis. Also 2b is called the length of conjugate axis.
define the quantity b as b square equal to c square minus a square. For a hyperbola, eccentricity e equal to c by a which is greater than 1. ഒരു ഹൈപ്പർബോളയെ സംബന്ധിച്ച ഡെഫിനിഷനും അതിലെ മറ്റു പാർട്സ് കാര്യങ്ങളാണ് നാം ഇവിടെ പഠിച്ചത്. നമുക്കിനി അടുത്തത് ഒരു ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ ഹൈപ്പർബോള. നമുക്കറിയാം, ഇപ്പോൾ ഫിഗറിൽ കാണുന്നത് ഒരു ഹൈപ്പർബോളയാണ്. അതിൽ സെൻറ്റർ തന്നിട്ടുണ്ട്, ഒറിജിനാണ്. F1 എന്നുള്ളത് ഒരു ഫോക്കസാണ്, -C0, F2 അനദർ ഫോക്കസ്, C2 0, P XY എനി പോയിൻറ്റ് ഓൺ ദ ഹൈപ്പർബോള. P എനി പോയിൻ്റാണ്, ജനറൽ പോയിൻ്റാണ്, ആർബിട്രറി പോയിൻ്റാണ്, അതുകൊണ്ട് കോർഡിനേറ്റ്സ് XY. അപ്പോൾ നമുക്ക് F1P അറിയാം, F2P അറിയാം. അതായത് ഹൈപ്പർബോളയിലുള്ള ഒരു പോയിൻറ്റും ഫിക്സഡ് പോയിൻറ്റുകളിൽ തമ്മിലുള്ള ലെങ്ത് ഉണ്ട്. ആ ലെങ്ത്തിൻ്റെ ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നാം ഡെഫിനിഷനിൽ തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ F1P മൈനസ് F2P അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നാം നേരത്തെ സൂചിപ്പിച്ച 2a. അതുപയോഗിച്ച് നാം ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. കൺസിഡർ എ ഹൈപ്പർബോള. Consider a hyperbola with foci F1 C0 minus C0 and another focus F2 C0. Let O be the center. Let O be the center. O be the center. PXY be any point. Capital PXY be any point. Any point on the hyperbola. On the hyperbola such that the difference of the distances from P to the foci is to be 2a, such that Pf1 minus Pf2 equal to 2a by the definition of hyperbola. അതായത് പോയിൻ്റ് നമുക്കറിയാം, പിയുടെ കോർഡിനേറ്റ്സ് അറിയാം, XY, F2 കോർഡിനേറ്റ്സ് C0, F1 മൈനസ് C0. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, √(x മൈനസ് c ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു x മൈനസ് c ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു അല്ല, മൈനസ് ആണ്, ഈക്വൽ ടു 2a. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x പ്ലസ് c ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 2a പ്ലസ് x മൈനസ് c ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ റൂട്ട് ഓഫ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്യാം.
സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 4a സ്ക്വയർ പ്ലസ് ഈ റൂട്ട് ഒഴിവാക്കിയാൽ മതി എക്സ് മൈനസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് അല്ല പ്ലസ് 2 into 2a, that is 4a into root of x minus c all square plus y square. നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ plus 2cx equal to 4a square plus x square plus c square plus y square minus 2cx plus 4a into root of x minus c all square plus y square. ഇതിൽ സിമിലർ ടേംസ് ധാരാളം ക്യാൻസൽ ചെയ്യാനുണ്ട്. എക്സ് സ്ക്വയർ സി സ്ക്വയർ വൈ സ്ക്വയർ രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്യുന്നു. 2cx മൈനസ് 2cx ദാറ്റ് ഈസ് 4cx. 4cx ഈക്വൽ ടു 4a സ്ക്വയർ പ്ലസ് 4a ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് 4 ക്യാൻസൽ ചെയ്യാം. തുടർന്ന് റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ കാണാം. അതായത് കിട്ടുന്ന വാല്യൂ എക്സ് മൈനസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതിൻ്റെ റൂട്ട് ഈക്വൽ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ സി എക്സ് മൈനസ് എ സ്ക്വയർ ബൈ എ. ഇതിനെ നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതാം. എ കൊണ്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സി ബൈ എ എക്സ് മൈനസ് എ. നമുക്ക് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെയും സ്ക്വയർ ചെയ്താൽ മതിയായിരിക്കും. അതായത് എക്സ് മൈനസ് സി ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി ബൈ എ എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ. മൊത്തം എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2cx ഈക്വൽ ടു സി സ്ക്വയർ ബൈ എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2c ബൈ എ എക്സ് ഇൻറ്റു എ എന്ന് കിട്ടും. ഇതിൽ എയും എയും ക്യാൻസൽ ചെയ്താൽ മൈനസ് 2cx എല്ലാം ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് നമുക്ക് എക്സ് സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, അതായത് എക്സ് സ്ക്വയർ ഈ LCM എ സ്ക്വയർ മൊത്തം ഡിനോമിനേറ്ററാക്കി മാറ്റിയാൽ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു 1. നമുക്കറിയാവുന്ന വാല്യൂ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ നാം നേരത്തെ പഠിച്ച കഴിഞ്ഞ ഒരു ഭാഗം, അതായത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നതാണ്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ബി സ്ക്വയർ ആണെന്ന് കാണാം. അതായത് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റം വരുത്തിയാൽ
എക്സ് സ്ക്വയർ ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദെൻ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതിനെയാണ് നാം പറയുന്നത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. അതായത് ഇവിടെ എക്സ് സ്ക്വയർ പോസിറ്റീവാണ്, വൈ സ്ക്വയർ നെഗറ്റീവാണ്. ഇങ്ങനെയുള്ള സമയത്ത് എക്സ് സ്ക്വയർ പോസിറ്റീവ് അതുപോലെ തന്നെ വൈ സ്ക്വയർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് എല്ലായ്പ്പോഴും ഫോക്കസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് -C0 + C0 ഇത് രണ്ടുമായിരിക്കും ഈ സമയത്ത് ഈ ഹൈപ്പർബോളയുടെ ഫോക്കസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വെർട്ടിസസ് -A0 + A0 ഇതായിരിക്കും വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ്. അതായത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1/A². അത് പോസിറ്റീവ് ആണെങ്കിൽ നാം പറയുന്നു ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഇനി ഇതേ രീതിയിൽ ഡെറൈവ് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടി ലഭിക്കും. അതിൻ്റെ ഇക്വേഷനാണ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത ഇവിടെ വൈ സ്ക്വയർ ആണ് പോസിറ്റീവ്, എക്സ് സ്ക്വയർ നെഗറ്റീവ് ആണ്. വൈ സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ എക്സ് സ്ക്വയർ നെഗറ്റീവ് ആണെങ്കിൽ അതിന് പറയുന്നതാണ്, അതായത് ഈ സമയത്ത് ഫോക്കസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് വൈ ആക്സിസ്. എല്ലായ്പ്പോഴും ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് ഫോക്കസ് വരുന്നത്. ഈ സമയത്ത് വൈ ആക്സിസിൽ ഈ ഫോക്കസ് വരുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് 0 ± C. വെർട്ടിസസ് വരുന്നത് 0A ആൻഡ് 0 - A. ഇത് രണ്ടുമാണ് ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. കൂടാതെ എയും ബിയും തുല്യമായി വരുമ്പോഴാണ് അത്തരം ഹൈപ്പർബോളയെ പറയുന്ന പേരാണ് ഈക്വലാട്രൽ ഹൈപ്പർബോള. കൂടാതെ ഈ ഹൈപ്പർബോളയിലെ ഏതാനും പോയിന്റുകൾ കൂടി, അതായത് നമ്മൾ ഫിഗർ പ്രകാരം ഹൈപ്പർബോള ഈ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ദ ആക്സിസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ XY എന്നുള്ള ഒരു പോയിന്റ് ഹൈപ്പർബോളയിലുണ്ടെങ്കിൽ -x, y എന്ന പോയിന്റും അതുപോലെ തന്നെ ഓർഡർഡ് പെയർ x, -y, ഓർഡർഡ് പെയർ -x, -y ഈ 3 പോയിന്റും കൂടി അതേ ഹൈപ്പർബോളയിൽ ഉണ്ടായിരിക്കും. കൂടാതെ എല്ലായ്പ്പോഴും ഫോക്കസ് ട്രാൻസ്വേഴ്സ് ആക്സിസിലായിരിക്കും. അതായത് ദ ഫോക്കൈ ആർ ഓൾവേസ് ഓൺ ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. മറ്റൊരു ഒബ്സർവേഷനായിട്ട് ഇവിടെ വരാനുള്ളത്, ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് പോസിറ്റീവ് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് വൈ സ്ക്വയർ ഈസ് പോസിറ്റീവ് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ്. കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് നോട്ട്, a hyperbola in which a equal to b is called an equilateral hyperbola. നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും കൂടി എഴുതാം. ഒബ്സർവേഷൻസ്. ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഹൈപ്പർബോള ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ദ ആക്സിസ്. ഇഫ് XY ഈസ് എ പോയിൻ്റ് ഓൺ ദ ഹൈപ്പർബോള, പോയിൻ്റ് -xy, x - y, -x - y ആർ ആൾസോ പോയിൻറ്റ്സ് ഓൺ ദ ഹൈപ്പർബോള. നേരത്തെ നാം സൂചിപ്പിച്ചതാണ്, foci are always on transverse axis. If the coefficient of x square is positive, transverse axis along x axis. If the coefficient of y square is positive, transverse axis along y axis. A hyperbola in which a equal to b is called an equilateral hyperbola. നമുക്കിനി എലിപ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാൻ ബാക്കി വരുന്ന ഒന്ന് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. നമുക്ക് ആ ലാറ്റസ് റെക്റ്റം ഒന്ന് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇവിടെ ഫിഗറിൽ കാണുന്നത് ഒരു ഹൈപ്പർബോളയാണ്. ആ ഹൈപ്പർബോളയിലെ വെർട്ടിസസ് ആണ് -A0 + A0. ഫോക്കസ്, ഒരു ഫോക്കസ് F1 കോർഡിനേറ്റ്സ് -C0, മറ്റൊരു ഫോക്കസ് F2 C0. ഫോക്കസിലൂടെ പോകുന്ന
ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായ ലൈനാണ് എ ബി. ആ എ ബിയെയാണ് നാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, എ ബിയുടെ ലെങ്ത്താണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത്. എ എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. എ ബി എന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് F2 എന്നതിൻ്റെ അതേ കോർഡിനേറ്റ്സ് തന്നെ ആയിരിക്കും എയുടെ എക്സ് കോർഡിനേറ്റ്. അതുകൊണ്ട് സി എന്നുള്ളതാണ് എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. നമ്മളിവിടെ AF2 എന്നുള്ളതിൻ്റെ ലെങ്ത്ത് L ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് എല്ലിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അതായത് ഹൈപ്പർബോളയിലെ ഒരു പോയിൻ്റാണ് എ. ആ എ എന്നുള്ളതിൻ്റെ y കോർഡിനേറ്റ് ആയിരിക്കും L. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നമുക്ക് എഴുതാം. അതായത് കൺസിഡർ a hyperbola x square by a square minus y square by b square equal to 1. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. Let L be the length of, let small l be the length of AF2. AF2ൻ്റെ ലെങ്ത്താണ് L. ഫിഗർ പ്രകാരം നമുക്കറിയാം AF2 എന്ന് പറഞ്ഞാൽ അതാണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഹാഫ് ലെങ്ത്ത്. നമുക്കറിയാം ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എ ബി ആണ്. എ ബി എന്നതിൻ്റെ പകുതി ദൂരമാണ് AF2. Then coordinates of A. Then coordinates of A. എയുടെ കോർഡിനേറ്റ്സ് C, L. C, L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു C ബൈ എ ആണ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ AE. അപ്പോൾ AE, L. ഇവിടെ A എന്ന പോയിൻ്റ് ഹൈപ്പർബോളയിലായതുകൊണ്ട് നമുക്ക് ഈ ഹൈപ്പർബോളയിൽ ഈ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും: AE ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് y എന്ന് പറഞ്ഞാൽ L ആണ്, L സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അതായത് ഇ സ്ക്വയർ മൈനസ് L സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വേണ്ടത് L സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ L സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ നമുക്കറിയാം L സ്ക്വയർ ബൈ ബി സ്ക്വയർ എഴുതാം. L സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു L സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് 1. അതായത് L സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1 എന്നെഴുതാം. അതിൽ ഇ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം C ബൈ എ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ L സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1. സിംപ്ലിഫൈ ചെയ്താൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു LCM എ സ്ക്വയർ ആണ്. അപ്പോൾ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നമുക്കറിയാം ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ കാണുന്നിടത്ത് നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് സി സ്ക്വയർ. ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർബോള എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇതാണ് L സ്ക്വയർ.
അതായത് എല്ലിൻ്റെ വാല്യൂ നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാം. റൂട്ട് എടുത്താൽ മതി. അതായത് ബി സ്ക്വയർ ബൈ എ. എൽ കിട്ടിയത് ബി സ്ക്വയർ ബൈ എ. ഇപ്പോൾ ഈ കിട്ടിയത് AF2 ആണ്. നമുക്ക് AB ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അപ്പോൾ അതുകൊണ്ട് എല്ലിൻ്റെ ട്വൈസ് 2L ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 2B സ്ക്വയർ ബൈ എ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ഹൈപ്പർബോളയുടെയും എലിപ്സിൻ്റെയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B സ്ക്വയർ ബൈ എ ആണെന്ന് കാണാം. നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഹൈപ്പർബോളയെ സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാവുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇങ്ങനെ ഒരു ഹൈപ്പർബോളയാണുള്ളത്. ആ ഹൈപ്പർബോളയുടെ പ്രത്യേകത എക്സ് സ്ക്വയർ എന്നതിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവായിരിക്കും. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് എക്സ് ആക്സിസ് ആയിരിക്കും. രണ്ടാമത്തെ മോഡൽ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവാണ്. ആ സമയത്ത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് വൈ ആക്സിസ് ആണെന്ന് കണ്ടെത്താം. അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് എല്ലായ്പ്പോഴും ഫോക്കസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് മൊത്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ആ ഹൈപ്പർബോളയുടെ പ്രത്യേകത എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് എക്സ് ആക്സിസ്, അതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ. ആ സമയത്ത് ഫോക്കസ് C0, മറ്റൊരു ഫോക്കസ് മൈനസ് C0. സെൻറ്റർ ഒറിജിനാണ്. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2A ആണ്. കമ്പയർ ചെയ്യുമ്പോൾ എലിപ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അതും 2A തന്നെയായിരുന്നു. ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് 2B. ഇൻ ദ കേസ് ഓഫ് എലിപ്സ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2B. കൂടാതെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം രണ്ട് സമയത്തും 2B സ്ക്വയർ ബൈ എ ആണ്. എക്സെൻട്രിസിറ്റി E ലെസ് ദാൻ 1 ആണ് എലിപ്സ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള. C സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എലിപ്സിൻ്റെ കേസിൽ. ഇവിടെ ഹൈപ്പർബോളയാണെങ്കിൽ C സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ മോഡൽ ഹൈപ്പർബോള. ഇപ്പോൾ ഫസ്റ്റ് മോഡലാണെന്ന് തിരിച്ചറിയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് എന്നത് മാത്രമാണ്. എയും ബിയും ഇവിടെ അപ്രസക്തമാണ്, തുല്യമാകാം. എ ഗ്രേറ്റർ ആവാം, ലെസ് ദാൻ ആവാം. ദെൻ സെക്കൻഡ് മോഡൽ റൈറ്റ് സൈഡിലുള്ളത് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് വൈ ആക്സിസ്, ട്രാൻസ്വേഴ്സ് ആക്സിസിലാണ് എല്ലായ്പ്പോഴും ഫോക്കസ് വരുന്നത്, അതുപോലെ തന്നെ വെർട്ടിസസും വരുന്നത്. ഫോക്കസ് 0 പ്ലസ് ഓർ മൈനസ് C, സെൻറ്റർ ഒറിജിനാണ്. വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് A ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2A, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് 2B, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B സ്ക്വയർ ബൈ A, എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1, C സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. രണ്ട് ഹൈപ്പർബോളയും തമ്മിലുള്ള വ്യത്യാസം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് എക്സ് ആക്സിസ് എന്നും ഫോക്കസ് C0 അല്ലെങ്കിൽ മൈനസ് C0, വെർട്ടിസസ് A0 അല്ലെങ്കിൽ മൈനസ് A0. ബാക്കി 6 എണ്ണത്തിലും ഒരു മാറ്റവും ഇല്ല. ഇൻ ദ കേസ് ഓഫ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1, അതായത് വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ്, അതുകൊണ്ട് തന്നെ ഫോക്കസും വെർട്ടിസസും വൈ ആക്സിസിലായിരിക്കുകയും അതിൻ്റെ കോർഡിനേറ്റ്സ് ഫോക്കൈ ആണെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് C, വെർട്ടിസസ് ആണെങ്കിൽ 0 പ്ലസ് ഓർ മൈനസ് A. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പ്രോബ്ലംസ് എക്സസൈസ് 11.4-ലെ 48, 49
അതായത് 11.4 ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻസാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഫൈൻഡ് the coordinates of foci, vertices, length of transverse axis, length of conjugate axis, eccentricity, length of latus rectum of the hyperbola. x square by 16 minus y square by 9 equal to 1. അതായത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണെന്ന് ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ comparing with x square by a square minus y square by b square equal to 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 16, അതായത് എ ഈക്വൽ ടു 4. കൂടാതെ നമുക്ക് കിട്ടിയത് ബി സ്ക്വയർ ഈക്വൽ ടു 9, ബി ഈക്വൽ ടു 3. നമുക്കിനി അറിയാവുന്നത് സി കണ്ടുപിടിക്കുകയാണ്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ 16, ബി സ്ക്വയർ 9 ഈക്വൽ ടു 25. അതായത് സിയുടെ വാല്യൂ നമുക്ക് കിട്ടി 5 എന്ന്. അപ്പോൾ എ ബി സി കിട്ടി. എ ബി സി കിട്ടിയാൽ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫോക്കൈ FOCI ഫോക്കസ് എഴുതാനുണ്ട്. പിന്നെ വെർട്ടിസസ് ആണ് മറ്റൊന്ന്. വെർട്ടിസസ് ഈക്വൽ ടു ഫോക്കസ് തന്നിരിക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് സി കോമ 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 കോമ 0. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ കോമ 0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4,0. ദെൻ അടുത്തത് കാണാനുള്ളത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈക്വൽ ടു 2a ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 4 ആണ്, ഈക്വൽ ടു 8. ദെൻ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ഈക്വൽ ടു 2b ഈക്വൽ ടു 2 ഇൻറ്റു b 3 ഈക്വൽ ടു 6. ഇനി എക്സെൻട്രിസിറ്റി ആണ് അടുത്തത് കാണാനുള്ളത്. എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ 5, എ എന്ന് പറഞ്ഞാൽ 4. 5/4 which is clearly greater than 1. Then last, length of latus rectum. Length of latus rectum equal to 2b square by a equal to 2 into b square 9 by a എന്ന് പറഞ്ഞാൽ 4. സിംപ്ലിഫൈ ചെയ്താൽ 9/2. Then next question 49. Find the coordinates of foci, vertices, length of transverse axis, length of conjugate axis, eccentricity, length of latus rectum of the hyperbola. X square by 9 minus y square by 9 minus x square by 27 equal to 1. ഇവിടെ y സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവാണ് എന്നത് രണ്ടാമത്തെ മോഡൽ എന്നർത്ഥം. അതുകൊണ്ട് y സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഫോക്കസ്, അതുപോലെ തന്നെ വെർട്ടിസസ്, ട്രാൻസ്വേഴ്സ് ആക്സിസ് ഇതെല്ലാം y ആക്സിസിലായിരിക്കും. അതായത് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഇതേ മോഡൽ വരുന്ന ഹൈപ്പർബോളയുടെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയറിംഗ് വിത്ത്
comparing with y square by a square minus x square by b square equal to 1 കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ ഈക്വൽ ടു 9, അതായത് എ ഈക്വൽ ടു 3 എന്ന് കാണാം. ദെൻ ബി സ്ക്വയർ ഈക്വൽ ടു 27, ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 27. റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3√3. എയുടെ വാല്യൂ കിട്ടി, ദെൻ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത നമ്മൾ സിയുടെ വാല്യൂ ആണ് കാണുന്നത്. അതിന് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 27 ഈക്വൽ ടു 36, അതായത് സി ഈക്വൽ ടു 6 എന്നർത്ഥം. എ ബി സി കിട്ടി. എ ബി സി കിട്ടിയാൽ ഡയറക്റ്റായിട്ട് വാല്യൂ കാണും. ഫോക്കസ്. Zero plus or minus 6. Vertices 0 plus or minus a equal to 0 plus or minus a value 3. Then അടുത്തത് length of transverse axis. Length of transverse axis x is equal to 2a equal to 2 into 3 equal to 6. Length of conjugate axis equal to 2b equal to 2 into 3√3 equal to 6√3. Then അടുത്തത് eccentricity. Eccentricity E equal to C by A equal to 6/3 equal to 2. Eccentricity 2 ആണെന്ന് കിട്ടി. Then length of latus rectum. Length of latus rectum to b square by a equal to 2 into b square, that is 27 by a equal to 3. അപ്പോൾ കിട്ടുന്നത് 2 into 9, that is 18. അപ്പോൾ നമ്മൾ ചെയ്തത് ഹൈപ്പർബോളയുടെ ഫോക്കസ്, വെർട്ടിസസ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും 2 മോഡൽ വരുന്നതും കണ്ടു. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 കണ്ടു. അതുപോലെ തന്നെ രണ്ടാമത്തെ മോഡലായ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഈ 2 മോഡലിൻ്റെയും കാര്യങ്ങൾ കണ്ടു. ഇനി ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസ്, അതായത് ഫോക്കസ്, വെർട്ടിസസ് തരും. അതുപോലെ തന്നെ ഫോക്കസ്, മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ മൈനർ ആക്സിസിൻ്റെ, മൈനറല്ല ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത്, ഇങ്ങനെ കാണുന്ന വിവിധ ചോദ്യങ്ങൾ 14.4ലുള്ള മറ്റു ക്വസ്റ്റ്യൻസ്, ഒരു 13ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആ ക്ലാസ്സോടെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.